താൻ ദാസേരനുണ്ടാവുള്ള അത്താഴം റെഡിയാക്ക്. രാത്രി അതുകൊണ്ട് പോവാം. തനിക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എന്റെ കടമയല്ലേ. കടമയോ? കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിന്റെ അച്ഛന് ചെയ്ത് കൊടുക്കുന്ന കടമ. എന്താ? അല്ല, ഇതൊക്കെ ഒരു ഡ്രൈവറുടെ കടമയല്ലേ എന്ന്. ഓ അങ്ങനെ. പിന്നൊരു കാര്യം, ദാസേട്ടൻ കുറച്ചുനാള് ജയിലിലൊക്കെ കിടന്ന് തലയൊക്കെ പൊട്ടി വന്ന് കിടക്കുക. വല്ല വായിലും വയ്ക്കാൻ കൊള്ളുന്ന പരുവത്തിൽ വേണേ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. നോക്കണ്ട, താനുണ്ടാക്കുന്നോണ്ട് പറഞ്ഞു പോയതാ. ജയിൽ ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ കൊടുത്തേക്കല്ലേ ആ പാവത്തിന്. ഞാൻ പിന്നെ വിളിക്കാം. ഒരു വിശേഷം അറിയിക്കാൻ വന്നതാ. പറ. നിന്റെ ചില വിശേഷങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിലും പറ്റിച്ചും ചതിച്ചും ജീവിക്കുന്നവർക്ക് എപ്പോഴും കുറച്ച് ശ്രദ്ധ നല്ലതാ. അത്രത്തോളം ശാപം മേടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. നിന്റെ ഫിലോസഫി കേൾക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഡിസ്കഷനിലാ ഞാനിപ്പോ. നിങ്ങളായിട്ട് ജയിൽവാസം ഉറപ്പിച്ചു കൊടുത്ത എന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിലാ. തെന്നി വീണെന്നാ പറഞ്ഞത്. പക്ഷേ ആരും അച്ഛൻ ആക്രമിച്ചതാ, അതെനിക്ക് ഉറപ്പാ. ക്രിമിനൽസിന്റെ കൂടെ കഴിയുമ്പോ ഇതൊക്കെ പതിവാ. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടിയല്ലല്ലോ അച്ഛൻ ജയിലിൽ പോയത്. 2 പേരെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നിട്ടല്ലേ. അനുഭവിക്കട്ടെ അപ്പോ. കൊള്ളാം, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത അച്ഛൻ ക്രിമിനലാണെന്ന്. ചതിയും വഞ്ചനയും കാണിച്ച് ഒരു കുടുംബം നശിപ്പിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ മഹതി. അതേടി, ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ റാണിയുടെ സിംഹാസനത്തിൽ കഴിയുന്നുണ്ടെങ്കിലേ അത് എന്റെ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രാ. ജന്മം നൽകിയവരുടെ കണ്ണീന്ന് ചോര വരുത്തിക്കൊണ്ട് നേടിയെടുത്ത ഒരു സിംഹാസനത്തിലും ഒരു കാലത്തും ആരും ഉറച്ചിരുന്നിട്ടില്ല. ദേ മിണ്ടിപ്പോരുത് നീ. നാവർത്ത് മാറ്റി ഞാൻ. നിങ്ങൾ അതും ചെയ്യും. ഇതുവരെ ചെയ്യാത്തതിന്റെ കാരണവും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കൊട്ടാരത്തിലെ ആ മണിമാല അത് കയ്യിൽ കിട്ടുന്നത് വരെ ഞാനും എന്റെ അമ്മയും സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്കറിയാം. ആ മണിമാല കൊട്ടാരം ക്ഷേത്രത്തിലില്ലെന്ന് എനിക്കറിയാം. അതിപ്പോ എവിടെയുണ്ട്? ഏത്? അച്ഛൻ മോഷ്ടിച്ചോണ്ട് പോയി വിറ്റ മാലയോ? അത് തട്ടിയെടുക്കാനല്ലേ അച്ഛൻ തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നത്. നീ കളിയാക്കണ്ട. ആ മണിമാല അച്ഛൻ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അറിയാം. എന്നാ ആ അറിവും വെച്ചോണ്ട് ആകാശത്തോട്ട് നോക്കിയിരുന്നാ മതി. പുച്ഛമാണ് എനിക്ക് നിങ്ങളോട്, പരമ പുച്ഛം.